ഡിസ്ട്രിക്ട് 318 2025-26 ഡിസ്ട്രിക്ട് ഗവർണർ PMJF ലയൺ ജെയിൻ സി ജോബിൻ്റെ നിർദ്ദേശപ്രകാരം ലയൺ പോർട്ടലിൽ എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഒരു സർവീസ് ആക്ടിവിറ്റി റിപ്പോർട്ട് ചെയ്യാമെന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ വിശദീകരിക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത് സെക്രട്ടറി ജനറൽ IT MJF ലയൺ S പ്രസാദാണ്. ലയൺ പോർട്ടൽ ഉപയോഗിക്കുന്നതിന് മുൻപ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. www.lionsclubs.org എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ആ സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിലായി ലയൺ പോർട്ടൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ലയൺ പോർട്ടൽ ഓപ്പണായി വരുമ്പോൾ ഇവിടെ യൂസർ നെയിം, പാസ്വേഡ്, ലോഗിൻ, ഫോർഗോട്ട് യുവർ പാസ്വേഡ്, ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് ഇത്രയും ഓപ്ഷൻസ് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിൽ യൂസർ നെയിം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഇമെയിൽ ID ആയിരിക്കും. പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഈ പാസ്വേഡും യൂസർ നെയിമും ഉപയോഗിച്ചാണ് അടുത്ത പ്രാവശ്യം നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾക്ക് യൂസർ നെയിമും പാസ്വേഡും ഇല്ല. ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓപ്പണായി വരുന്ന സ്ക്രീനിൽ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, സൈനപ്പ് എന്നീ ഓപ്ഷൻസ് കാണുവാൻ സാധിക്കും. ഇതിൽ നമ്മൾ ലയൺസ് ഇൻ്റർനാഷണലിൽ ജോയിൻ ചെയ്ത സമയത്ത് എങ്ങനെയാണോ പേര് കൊടുത്തത് അതുപോലെ തന്നെ ഇവിടെയും കൊടുക്കുക. നമ്മുടെ ക്ലബിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയാൽ നമുക്കത് കാണുവാൻ സാധിക്കും. അതിലേതുപോലെ തന്നെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം എന്നിവ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇമെയിൽ ID എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇമെയിൽ ID എൻ്റർ ചെയ്ത് സൈനപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് കഴിഞ്ഞ് വരുന്ന സ്ക്രീനിൽ വെരിഫിക്കേഷൻ കോഡ് എൻ്റർ ചെയ്യേണ്ടതുണ്ട്. ഈ വെരിഫിക്കേഷൻ കോഡ് വരുന്നത് നമ്മുടെ ഇമെയിലിൽ ആയിരിക്കും. ഇതൊരു ബോക്സിൽ മെസ്സേജായി സ്ക്രീനിൽ കാണിക്കുന്നതാണ്. ഈ മെസ്സേജിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും കോഡ് എങ്ങോട്ടാണ് അയച്ചിട്ടുള്ളതെന്ന്. മെസ്സേജ് ശ്രദ്ധിച്ചു വായിക്കുക. നമ്മുടെ ഇമെയിൽ ഓപ്പൺ ചെയ്ത് നോക്കുക. ലയൺസ് ഇൻ്റർനാഷണലിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ടാകും. ഈ കോഡ് സ്ക്രീനിൽ കാണുന്ന ബോക്സിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം വലതുവശത്തുള്ള വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ വരുന്നത് പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ബോക്സാണ്. പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആൽഫബറ്റിക്സ്, ന്യൂമറിക്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എല്ലാം ചേർത്തുകൊണ്ടുള്ള സ്ട്രോങ് പാസ്വേഡാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. 2 പ്രാവശ്യം ഈ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൺഫേം ചെയ്യേണ്ടത് ആണ്. ഇനി നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത് ഈ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ലയൺ പോർട്ടലിൻ്റെ മെയിൻ സ്ക്രീനാണ്. ഇവിടെ സർവീസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ സ്ക്രീനിൻ്റെ മുകളിലായി നീല നിറത്തിൽ ക്രിയേറ്റ് സർവീസ് ആക്ടിവിറ്റി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ പൊസിഷൻ അനുസരിച്ച് ഒന്നിൽ കൂടുതൽ ക്ലബ്ബുകളിൽ റിപ്പോർട്ട് ചെയ്യുവാനുള്ള ഉണ്ടായിരിക്കും. നമ്മുടെ ക്ലബിൻ്റെ പേര് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ എൻ്റർ എ ടൈറ്റിൽ ഫോർ ദ സർവീസ് ആക്ടിവിറ്റി എന്നാണ് കാണിക്കുന്നത്. അവിടെ നമ്മൾ ഏത് ആക്ടിവിറ്റി ആണോ റിപ്പോർട്ട് ചെയ്യേണ്ടത് അതിനനുസരിച്ച് ഒരു ടൈറ്റിൽ കൊടുക്കുക. ഡോക്ടേഴ്സ് ഡേ, ഇൻസ്റ്റലേഷൻ ഓഫ് ഓഫീസ് വെയറേഴ്സ്, റിലീവിംഗ് ഹങ്കർ, ഡയബറ്റിക്, വിഷൻ തുടങ്ങിയ പ്രോജക്റ്റിനനുസരിച്ചുള്ള ഒരു ടൈറ്റിൽ എൻ്റർ ചെയ്യുക. അടുത്തത് സെലക്ട് ആക്ടിവിറ്റി ടൈപ്പ് എന്നുള്ളതാണ്. 4 രീതിയിലുള്ള ആക്ടിവിറ്റീസാണ് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുക. ഡൊണേഷൻ, ഫണ്ട് റൈസിംഗ്, മീറ്റിംഗ് ആൻഡ് സർവീസസ്. അതിൽ ഒന്ന് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതാണ് സർവീസ് ആക്ടിവിറ്റി എൻ്റർ ചെയ്യുവാനുള്ള സ്ക്രീൻ. ഇവിടെ നമ്മൾക്ക് സർവീസ് ആക്ടിവിറ്റി നമ്പർ, ടൈറ്റിൽ, ക്ലബിൻ്റെ പേര്, റിപ്പോർട്ട് സ്റ്റാറ്റസ്, ഡ്രാഫ്റ്റ്സ് എന്നിവ കാണാവുന്നതാണ്. അതിൻ്റെ മുകളിൽ വലതുവശത്തായി എഡിറ്റ്, കോപ്പി, ഡിലീറ്റ് എന്ന 3 ഓപ്ഷൻസ് കാണാം. ഒരു ആക്ടിവിറ്റി എൻ്റർ ചെയ്യാൻ വേണ്ടി എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഓരോ ഓപ്ഷൻസും എഡിറ്റ് ചെയ്ത് എൻ്റർ ചെയ്യുവാനുള്ള സൗകര്യവും ഉണ്ട്. ഒരു ആക്ടിവിറ്റി റിപ്പോർട്ട് ചെയ്തതിന് ശേഷം അത് ഡിലീറ്റ് ചെയ്യുവാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ട് ഡ്രാഫ്റ്റായി ആണ് കാണിക്കുന്നത്. അത് എഡിറ്റ് ചെയ്ത് എൻ്റർ ചെയ്യാവുന്നതാണ്.
ആദ്യം ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും എൻ്റർ ചെയ്യുക. അതിനുശേഷം കോഴ്സസ് ആണ് എൻ്റർ ചെയ്യേണ്ടത്. നമുക്ക് 8 ഗ്ലോബൽ കോഴ്സസ് ആണ് ഉള്ളത്. അതിൽ ഏതാണ് വേണ്ടത് എന്നത് സർവീസ് പ്രോജക്റ്റിന് അനുസരിച്ച് സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രോജക്റ്റ് ടൈപ്പ് സെലക്ട് ചെയ്യാൻ ഓപ്ഷനുണ്ട്. അതിൽ നിന്ന് അനുയോജ്യമായ ഒന്ന് തിരഞ്ഞെടുക്കുക. പ്രോജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഒരു ലഘു വിവരണം നൽകുക. റിക്വയർഡ് മെട്രിക്സ്, പീപ്പിൾ സെർവ്ഡ്, അതായത് ഈ സർവീസ് ആക്ടിവിറ്റിയിൽ എത്ര പേരെ സർവ് ചെയ്തു എന്നുള്ളത്. ടോട്ടൽ വോളണ്ടിയേഴ്സ്, അതായത് ഈ സർവീസ് ആക്ടിവിറ്റിയിൽ എത്ര അംഗങ്ങൾ പങ്കെടുത്തു എന്നുള്ളത്. നോൺ ലയൺ പാർട്ടിസിപ്പൻസ്, ലയൺ മെമ്പേഴ്സ് അല്ലാതെയുള്ള എത്ര അംഗങ്ങൾ പങ്കെടുത്തു എന്നുള്ളത്. നോൺ ലയൺ ഫാമിലി മെമ്പർ പാർട്ടിസിപ്പേറ്റഡ്, ലയൺ മെമ്പർ അല്ലാതെ എത്ര ഫാമിലി മെമ്പേഴ്സ് പങ്കെടുത്തു എന്നുള്ളത്. വോളണ്ടിയർ അവേഴ്സ്, ഈ സർവീസ് ആക്ടിവിറ്റിക്ക് വേണ്ടി നമ്മൾ എത്ര സമയം ചിലവഴിച്ചു എന്നുള്ളത്. ബാക്കിയെല്ലാം ഓപ്ഷണലാണ്. അത് നമ്മൾ എൻ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മളൊരു ഡൊണേഷൻ ഫണ്ട് റൈസിംഗ് ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ മാത്രം ഈ ഓപ്ഷണൽ മെട്രിക്സ് എൻ്റർ ചെയ്യണം. സർവീസ് പ്രോജക്റ്റിന് അതിൻ്റെ ആവശ്യമില്ല. താഴേക്ക് നോക്കിയാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഫ്യൂച്ചർ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ എൻ്റർ ചെയ്യാൻ വേണ്ടി ഉള്ളതാണ്. നമ്മളെപ്പോഴും ആക്ടിവിറ്റി നടന്നതിന് ശേഷമായിരിക്കും എൻ്റർ ചെയ്യുക. അതുകൊണ്ട് അതൊന്നും എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സിഗ്നേച്ചർ അല്ലെങ്കിൽ LCIFൻ്റെ സഹായത്തോടെ നടത്തുന്ന ആക്ടിവിറ്റി എന്നിവയ്ക്ക് മെട്രിക്സ് എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ വളരെ കുറച്ച് ഇൻഫർമേഷൻ നൽകിക്കൊണ്ട് ഒരു സർവീസ് ആക്ടിവിറ്റി എൻ്റർ ചെയ്യാം. എല്ലാം ശരിയാണ് എന്ന് ഉറപ്പുവരുത്തിയാൽ സേവ് ചെയ്യാം. റിപ്പോർട്ടിൻ്റെ സ്റ്റാറ്റസ് റെഡി ടു റിപ്പോർട്ട് എന്നായി മാറിയിട്ടുണ്ടാകും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൻ്റെ വലതുവശത്തായി ഫോട്ടോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. എല്ലാം ശരിയാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മുകളിൽ കാണുന്ന റിപ്പോർട്ട് ടു LCI ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആക്ടിവിറ്റിയുടെ സ്റ്റാറ്റസ് റിപ്പോർട്ട് കംപ്ലീറ്റ് ആയി മാറിക്കാണും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുള്ള പ്രതീക്ഷയോടെ റിപ്പോർട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ GST കോർഡിനേറ്ററായ MJF ലയൺ SS സുനിലിനെയോ സെക്രട്ടറി IT കോർഡിനേറ്റർ MJF ലയൺ S പ്രസാദിനെയോ സമീപിക്കുമെന്ന് അഭ്യർത്ഥിക്കുന്നു. Thank you.